മുസ്തഫായ തങ്ങൾക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചവരാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ മുസ്ലിമായിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായി കൂടെ നടക്കാൻ. പക്ഷേ സ്വന്തം പിതാവ് മുസ്ലിമായിരുന്നില്ല, അബൂ ഖുഹാഫ എന്നവർ. സിദ്ദീഖ് തങ്ങൾക്കത് വല്ലാത്ത വിഷമമായിരുന്നു. അങ്ങനെ മക്കം ഫത്ഹിന്റെ ദിവസമൊക്കെ കഴിഞ്ഞതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രായമായതിനു ശേഷം, തലയും താടിരോമങ്ങളും മുഴുവൻ നരച്ചുപോയതിനു ശേഷം, കണ്ണിൻ്റെ പുരികം പോലും നരച്ചുപോയതിനു ശേഷം മഹാനായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആ സന്ദർഭം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായി, അവിടുത്തെ ഖാദിമായി, അവിടുത്തെ ഖലീഫയായി, അവിടുത്തെ സർവ്വതിനും മുന്നിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയാണ്. പക്ഷേ അബൂ ഖുഹാഫ എന്ന പ്രിയപ്പെട്ട ഉപ്പ മുസ്ലിമല്ല. സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിനെ പിടിച്ചു കുലുക്കിയ വല്ലാത്ത വേദനയാണ്. അങ്ങനെ ഒരിക്കൽ മുസ്ലിമാകാൻ വരികയാണ്. സിദ്ദീഖ് തങ്ങൾ ആ സദസ്സിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അബൂ ഖുഹാഫ എന്നവരിങ്ങനെ നടന്നു വന്ന് ഫലമ്മാ മദ്ദ യദഹു ലിയുബായിഅഹു, നബി തങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈ നീട്ടുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. കലിമത്തു ഷഹാദ ചൊല്ലിയിട്ട് അബൂബക്കർ തങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ അബൂ ഖുഹാഫ എന്നവർ മുസ്ലിമായപ്പോൾ ഫബക്കാ അബൂബക്കറിന് സിദ്ദീഖ്, സ്വന്തം പ്രിയപ്പെട്ട പിതാവ് കലിമ ചൊല്ലി മുസ്ലിമാകുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. ഉടനെ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി ചോദിക്കുകയാണ്, അബൂബക്കർ എന്നവരെ എന്തിനാ നിങ്ങൾ കരഞ്ഞത്? ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ മുസ്ലിമാകണമെന്ന് നിങ്ങളേറെ ആഗ്രഹിച്ചവരല്ലേ അബൂബക്കർ എന്നവരെ? പിന്നെന്തിനാണ് അബൂബക്കർ, എന്തിനാ നിങ്ങൾ കരഞ്ഞത്? നബി തങ്ങളുടെ ചോദ്യമാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ മുസ്ലിമായതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് യാ റസൂലല്ലാഹ്. പക്ഷേ അവിടുത്തെ കൈ പിടിച്ചിട്ട് എൻ്റെ വാപ്പ മുസ്ലിമായപ്പോൾ എനിക്ക് സന്തോഷം വന്നപ്പോൾ ഞാനൊരു നിമിഷമെന്ന് ചിന്തിച്ചു പോവുകയാണ്. നബിയെ അങ്ങ് ഒരുപാട് ആഗ്രഹിച്ചവരാണ്. അങ്ങയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് മുസ്ലിമാകണമെന്ന് നബിയെ അങ്ങ് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അബൂ ത്വാലിബ് ഇതുപോലെ പരസ്യമായിട്ട് മുസ്ലിമായിട്ടില്ലല്ലോ. എൻ്റെ വാപ്പ അങ്ങയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പരിശുദ്ധ കലിമത്തു ഷഹാദ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ അതേ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ അബൂ ഖുഹാഫയുടെ കയ്യിനു പകരം അബൂ ത്വാലിബ് എങ്ങാനും മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് പരിശുദ്ധ കലിമത്തു ഷഹാദ ഉച്ചരിച്ചിരുന്നെങ്കിൽ മുത്തുനബിയെ അതങ്ങേക്ക് എത്ര വലിയ സന്തോഷമാകുമായിരുന്നു. യാ റസൂലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ മുസ്ലിമായപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. പക്ഷേ അങ്ങേക്കില്ലാത്ത ഒരു സന്തോഷം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. യാ റസൂലല്ലാഹ്, ലോകത്ത് മാതൃകകളില്ലാത്ത മഹബത്ത്, ലോകത്ത് ഇതിന് മറ്റൊരു വാക്കു പറയാനില്ല. അനിർവചനീയമായ അവാച്യമായ വാക്കുകളെ കൊണ്ട് കുറിയിടാൻ കഴിയാത്ത അത്ര വലിയ മഹബത്താണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ചു തന്നത് അതുതന്നെയാണ്. സിദ്ദീഖ് തങ്ങളുടെ പവറും അതുതന്നെയാണ്. സിദ്ദീഖ് തങ്ങളെക്കുറിച്ച് മുത്തുനബി പുകഴ്ത്തി പറഞ്ഞ വാക്കുകൾ എത്രയാണ്.